Hi friends, I am Lehരണപ. The Sea of Knowledge സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ലോൺ amortization schedule എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ അത് അടച്ചു തീരുന്നതിനും വരെ എത്ര പലിശയാവും അത് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര പൈസ നമുക്ക് ബാങ്കിന് അടയ്ക്കേണ്ടി വരും. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കേ? അത് നമ്മൾ എക്സലിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കേ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്ത് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ നമുക്ക് തുടങ്ങാം. ഓക്കെ നമുക്ക് തുടങ്ങാം. അതിനോട് നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു ലോണിനുള്ള ഷീറ്റിനുള്ള എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ഈ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് എത്ര ആണെന്ന് നോക്കാം. അത് ഞാൻ ജസ്റ്റ് 20 lakh കൊടുക്കാം. 20 lakh കൊടുത്തു. ഓക്കെ ടൈം എത്ര വർഷം കൊണ്ടായി ലോൺ അടച്ചു കിടക്കേണ്ടതെന്ന് ഞാനൊരു 15 വർഷം കൊടുത്തു. ഓക്കെ ഈ ഇൻട്രസ്റ്റ് ഒരു 8% കൊടുത്തു. ഓക്കെ ഇത് നമ്മൾ ചെയ്യേണ്ടത് മന്ത്ലി ഇൻട്രസ്റ്റ് ആണ്. അതിനുവേണ്ടി ഈക്വൽ ടു C5 നമ്മൾ ആനുവൽ ഇൻട്രസ്റ്റ് 8% ആണ്. സ്ലാഷ് വർഷത്തിൽ 12 months. ഇപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ മന്ത്ലി പേയ്മെൻ്റ് ആണ്. അതിന് മുമ്പ് നമുക്ക് നമ്പർ ഓഫ് പേയ്മെൻറ്റ് എത്ര തവണ പേയ്മെൻറ്റ് ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈക്വൽ ടു എത്ര വർഷം ഉണ്ട് അത് C4 സെലക്ട് ചെയ്ത് ഇൻറ്റു 12 months കൊടുത്തു. അന്നേരം 180 months കിട്ടി. ഇനിയുമാണ് നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് എത്ര ഒരു മാസം എത്ര പേയ്മെൻറ്റ് ചെയ്തണമെന്ന് അതിനുവേണ്ടി ഈക്വൽ ടു നമുക്ക് അതിന് PMT ഫോർമുല യൂസ് ചെയ്യണം. PMT ഒക്കെ കൊടുത്തു. ഇവിടെ ഇനിയും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് E3 സെലക്ട് ചെയ്യുക, കോമ കൊടുത്തു. E5 സെലക്ട് ചെയ്യുക. ഓക്കെ അതിനുശേഷം കോമ കൊടുത്തു, മൈനസ് കൊടുത്തു. അതിനുശേഷം ടോട്ടൽ എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തു, കോമ കൊടുത്തു, 0 ചെയ്തു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് മന്ത്ലി ഈ എമൗണ്ട് കിട്ടും. മന്ത്ലി ഇൻട്രസ്റ്റും മുതലോടെ കൂട്ടി നമുക്ക് ഈ എമൗണ്ട് നമുക്ക് വരും. ഓക്കെ ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ എത്ര മന്ത് ഉണ്ടോ അത് കൊടുക്കും. ഇവിടെ നമ്മൾ ഏതൊക്കെ ഡേറ്റിലാണ് അടയ്ക്കുന്നത്. ഇത് ബാലൻസ് എമൗണ്ട് നമ്മൾ അടച്ചതിൻ്റെ ബാലൻസ്. ഇത് മന്ത്ലി എത്ര നമ്മൾ പേ ചെയ്യുന്നത് അത് എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രസ്റ്റ് ഒഴികെ ബാലൻസ് എത്ര ഉണ്ടോ അതിവിടെ വരും. ഇവിടെ ഇൻട്രസ്റ്റ് വരും. ഇത് രണ്ടും കൂടെ ടോട്ടലായിട്ട് എത്ര എമൗണ്ട് ഉണ്ടോ അതിവിടെ വരും. ഓക്കെ നമുക്ക് മാസം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റ് നമുക്ക് 01/10/2020. ബാലൻസ് ഇപ്പോൾ ഉള്ള എമൗണ്ട് എത്രയാണോ അതാണ്. അതിന് ഈക്വൽ ടു C3. ഓക്കെ ഇത് ഇപ്പോൾ ഉള്ള എത്ര എമൗണ്ടാണോ അതാണ് ഇവിടെ വരും. മന്ത്ലി എമൗണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ ടു E4. ഇതാണ് നമുക്ക് മന്ത്ലി നമുക്ക് അടയ്ക്കേണ്ട എമൗണ്ട്. ഓക്കെ ഇനി നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഒഴികെ എത്ര എമൗണ്ട് വരും അത്. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇൻട്രസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈക്വൽ ടു C8 ഇൻറ്റു E3. നമുക്ക് ഈ മാസം ഇൻട്രസ്റ്റ് 13,333 ഇന്ത്യൻ റുപ്പീസ് വരും. ഇനി നമുക്ക് എമൗണ്ട് അത് ചെയ്യുന്നത് വെച്ചാൽ ഈക്വൽ ടു D8 മൈനസ് F8. ഓക്കെ എൻ്റർ ചെയ്തപ്പം നമുക്ക് 5,779 രൂപ ഈ മാസം എമൗണ്ട് മുതലിൽ പോയി. ഇത് പലിശയിൽ പോയി, ഇത് മുതലിൽ പോയി. അന്നേരം ടോട്ടൽ എമൗണ്ട് എത്ര വരുമെന്ന് അറിയാം. നമ്മൾ ഈ മുതലും പലിശയും കൂടെ കൂട്ടി ഇപ്പം ബാലൻസ് എമൗണ്ട് അതിനുവേണ്ടി ഈക്വൽ ടു ബാലൻസ് എമൗണ്ട് മൈനസ് എമൗണ്ട്. നമ്മളിപ്പം 19,94,220 രൂപ ബാലൻസ് ഉണ്ട്. നെക്സ്റ്റ് മന്ത് ടു. ഓക്കെ ഇവിടെ നമ്മൾ ഈക്വൽ ടു നമുക്ക് ഈ എമൗണ്ടാണ് മന്ത്ലി എമൗണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത്. അത് നമ്മളിവിടെ സെലക്ട് ചെയ്തു എൻ്റർ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ എമൗണ്ട് ബാലൻസ് എമൗണ്ട് ഇവിടെ വന്നു. ഇവിടെ നമ്മൾ ഈക്വൽ ടു E4. ഓക്കെ ഇപ്പം മന്ത്ലി 19,113 രൂപയാണ്. പിന്നെ ചില്ലറ പൈസ. ഇനിയിപ്പം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈക്വൽ ടു ബാലൻസ് എമൗണ്ട് ഇൻറ്റു മന്ത്ലി എമൗണ്ട്. ഇപ്പോൾ നമുക്ക് 13,294 രൂപ
880 പൈസ സംതിങ് വരുന്നുണ്ട്. നമുക്ക് മുതൽ അന്നേരം എത്ര വരും നോക്കാം. ഈക്വൽ ടു D9 നമ്മുടെ മന്ത്ലി പേയ്മെൻറ്റ് മൈനസ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഈ മാസം നമുക്ക് വന്നു 5818 രൂപ ഈ മാസം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മന്ത്ലി ബാലൻസ് എത്ര ഉണ്ട് നോക്കാം. ഈക്വൽ ടു C9 മൈനസ് എമൗണ്ട്. നമുക്ക് ഇപ്പോൾ എമൗണ്ട് ഇൻട്രസ്റ്റ് അല്ല എമൗണ്ട് എൻ്റർ ചെയ്യുക. ഇനി ജസ്റ്റ് മൂന്നാമത്തെ മാസം കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് 01. ഓക്കെ, ഇവിടെ നമ്മൾ ഈക്വൽ ടു G9 0. ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ് ഈക്വൽ ടു E4 മന്ത്ലി പേയ്മെൻറ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാം. ഈക്വൽ ടു C10 ഇൻറ്റു മന്ത്ലി ഇൻട്രസ്റ്റ്. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് ഇപ്പം നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ എമൗണ്ട് ഈക്വൽ ടു മന്ത്ലി എമൗണ്ട് മൈനസ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ഈ മാസം എത്ര എമൗണ്ട് നമ്മൾ മുതലിൽ അടച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ മന്ത്ലി ബാലൻസ് എത്തുന്നു. ഈക്വൽ ടു ബാലൻസ് എമൗണ്ട് മൈനസ് എമൗണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 19,87,545 രൂപ ഇപ്പോൾ ബാലൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം എങ്ങനെ കാൽക്കുലേറ്റ് ആകുന്നത്. ഇപ്പോൾ നമുക്കിതിനകത്ത് എറർ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതാ എററെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. E10 ഇതെല്ലാം കറക്റ്റാണ്. ഇനി ഇതൊന്ന് നോക്കാം. E3 ഇതിന് മിസ്റ്റേക്ക് ഉണ്ട്. എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കാം. ഇതും കറക്റ്റാണ്. ഇതിനും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് ലോക്ക് ചെയ്യണം. ഇതെല്ലാം കറക്റ്റാണ്, ഇതെല്ലാം കറക്റ്റ്. ഓക്കെ, ജസ്റ്റ് ബാക്ക് വന്നു. ഈ ഇൻട്രസ്റ്റിനും മന്ത്ലി എമൗണ്ടിനുമാണ് മിസ്റ്റേക്ക് കംപ്ലൈൻറ്റ്. അത് നമുക്ക് ജസ്റ്റ് ആദ്യം നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ജസ്റ്റ് ഇൻട്രസ്റ്റിൽ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഈക്ക് മുമ്പായിട്ട് $സൈൻ കൊടുക്കുക. അതിനുശേഷം ഈ കഴിഞ്ഞിട്ടും ഒരു $സൈൻ കൊടുക്കുക. എന്നിട്ട് ഓക്കെ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴത്തെ അതുപോലെ തന്നെ എടുത്തിട്ട് ഈക്ക് മുമ്പായിട്ട് $സൈൻ കൊടുത്തു. ഈ കഴിഞ്ഞിട്ടും $സൈൻ കൊടുത്തു. ഓക്കെ, അതിനനുസരിച്ചിട്ട് ഇതിലും നമ്മൾ അതുപോലെ തന്നെ ഈക്ക് മുമ്പായിട്ട് $സൈൻ കൊടുത്തു. ഈ കഴിഞ്ഞിട്ടും $സൈൻ കൊടുത്തു. ഓക്കെ, അതിന് താഴെ നമ്മൾ അതുപോലെ തന്നെ ഈക്ക് മുമ്പായിട്ടും $സൈൻ കൊടുത്തു. ഈ കഴിഞ്ഞിട്ടും $സൈൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം. ഇപ്പോൾ എമൗണ്ട് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ വേണ്ടതെന്ന് വെച്ചാൽ 180 മന്ത് വരണം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ 8 വരെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് താഴോട്ട് കോപ്പി ചെയ്യാം. 187 വരണം. ഓക്കെ, ബാലൻസ് 0 വരെ ആയിട്ടുണ്ട്. ലോണിൻ്റെ ഫുൾ ലിസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ടോട്ടൽ എമൗണ്ട് എത്ര നമ്മൾ അടച്ചിട്ടുണ്ട് ഈക്വൽ ടു സം സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ എമൗണ്ടിൻ്റെ ആ ഒരു ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിൽ എമൗണ്ട് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തു. ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മൾ അടച്ച എമൗണ്ട് നമുക്ക് കിട്ടി. ഇവിടെ ടോട്ടൽ എമൗണ്ട് എന്ന് എഴുതാം, ഹോൾഡാക്കി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ടോട്ടലായിട്ട് എത്ര വരുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഈക്വൽ ടു സം സെലക്ട് ചെയ്തു. എന്നിട്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മൾ അടച്ച ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്.
ടോട്ടൽ ഇൻട്രസ്റ്റ്. നമുക്കിനി ടോട്ടൽ പേയ്മെൻറ്റ് ചെയ്തെന്ന് നോക്കാം. അതിനുവേണ്ടി സം ഓക്കെ. അതിനുശേഷം നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് എത്ര പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൽ പേയ്മെൻറ്റ് 100 അടിച്ചു. ടോട്ടലി നമ്മൾ 34,40,347 രൂപ 20 ലക്ഷം രൂപയ്ക്ക് 8% പലിശ വെച്ചിട്ട് നമുക്ക് അടയ്ക്കേണ്ടി വരും. ഇതാണ് നമ്മൾ ടോട്ടലായിട്ട് പേ ചെയ്ത പൈസ. 20 ലക്ഷത്തിന് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി 34,40,347 രൂപ ഇങ്ങനെ 8% പലിശ വെച്ചിട്ട് എടുത്താൽ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ലോണ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്ര % പലിശ വെച്ചിട്ട് ഇത്ര മാസം കൊണ്ട് എത്ര വെച്ചു എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.